ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മനസ്സിലെ കിളി എന്ന കഥയാണ് പഠിക്കാനായി പോകുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെയും ഒരു കിളിയെ പോലെ എത്ര മനോഹരമായാണ് ഈ കഥയിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പാഠത്തിലേക്ക് കടക്കും മുമ്പേ ഈ മനോഹരമായ കഥ എഴുതിയ കഥാകൃത്തിനെ കുറിച്ച് നമുക്ക് ചുരുക്കത്തിലൊന്ന് പരിചയപ്പെടാം. ബംഗാളി സാഹിത്യത്തിലെ പ്രശസ്തനായ ബാലസാഹിത്യകാരനാണ് വിമലേന്ദ്ര ചക്രവർത്തി. കുട്ടികളുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുകയും അവർക്ക് പ്രകൃതിയെയും മൂല്യങ്ങളെയും സ്നേഹിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി നിരവധി കഥകളും ലഘു നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നെഹ്റു ബാല പുസ്തകലായ പരമ്പരയിലൂടെ അദ്ദേഹത്തിന്റെ പല രചനകളും ഇന്ത്യയിലുടനീളം പ്രശസ്തമായി. ലളിതമായ ആഖ്യാന ശൈലിയും ഹൃദയസ്പർശിയായ പ്രമേയങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കഥകളെ വ്യത്യസ്തമാക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മനസ്സിലെ കിളി. വേനൽ അവധിക്കാലം വന്നു. പിഗ്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല. എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു. ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലിറങ്ങി. അവന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു. കാരണം കിളികളുടെ കലപില ശബ്ദമാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത്. പൂന്തോട്ടത്തിലെത്തിയ പിഗ്ലു പക്ഷികളെ തിരഞ്ഞു. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി, വാലാട്ടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 1, 2, 3 എന്നിങ്ങനെ ഓരോന്നിനെയും പിഗ്ലു എണ്ണി തുടങ്ങി. അങ്ങനെ കണ്ട് ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിന് വെളിയിലെത്തി. പെട്ടെന്ന് മഞ്ഞച്ചുണ്ടുള്ള 2 മൈനകൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. പിഗ്ലുവിന് സന്തോഷമായി. അവൻ ആ അവൻ ആനന്ദത്തോടെ കൈകൊട്ടി. സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ടു. തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു. സൂര്യൻ മുന്നോട്ടു പോയി. പകൽ രാത്രിയായി. അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്നു പിടയ്ക്കുന്നു. ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. ആരാണ് അതിനെ ചങ്ങലക്കിട്ടതെന്ന് പിഗ്ലു അത്ഭുതപ്പെട്ടു. വേഗം തന്നെ അമ്മയോട് അത് ചോദിക്കാൻ അവൻ ഓടി. തന്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് അതിന്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത്. ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിഗ്ലു ശ്രദ്ധിച്ചു. മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ പക്ഷിയെ ഓർത്ത് പിഗ്ലുവിന് സങ്കടമായി. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികൾ ഒന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു. പെട്ടെന്ന് അവൻ ഒരു ആശയം തോന്നി. ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് പക്ഷി കൂട് തുറന്നു. കൂട് തുറന്നയുടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി. പിഗ്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്തു. മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടി. മൈനയ്ക്ക് ആശ്വാസം തോന്നി. അത് പിഗ്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു. ആ മൈനപ്പെണ്ണ് മനോഹരമായ പാട്ടുപാടി. ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്ന് കളിക്കാനും തുടങ്ങി. പല ഇനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു. കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി. പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രകാശകിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു. തുമ്പികൾ ചിറകുവിടർത്തി നൃത്തം ചെയ്തു. തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണപുഷ്പങ്ങൾക്ക് ചുറ്റും ആഹ്ലാദത്താൽ ഇളമറിഞ്ഞു. എല്ലാവരും സന്തുഷ്ടരായി കണ്ടു. എന്നാൽ പിഗ്ലു ദുഃഖിതനായിരുന്നു. മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ? അതിനു വീട്ടിലേക്കുള്ള വഴി അറിയുമോ? അടുത്ത ദിവസം അതിരാവിലെ ആരോ തന്റെ പേര് വിളിക്കുന്നതായി പിഗ്ലു കേട്ടു. അവൻ പുറത്തേക്കോടി. താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രനാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിൽ ഇരിക്കുന്നു. പിഗ്ലു അച്ഛനെയും അമ്മയും ചേട്ടനെയും വിളിച്ചു. സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. ഹായ് ഹായ് ഹൂയ്. സന്തോഷ തിമർപ്പിൽ ആറാടി. തന്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിഗ്ലുവിനുണ്ടായി. മനസ്സിലെ കിളി, വിമലേന്ദ്ര ചക്രവർത്തി. ഇതാണ് ഈ പാഠഭാഗം. ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയവും പാഠസംഗ്രഹവും എന്തൊക്കെയാണെന്ന് നോക്കാം. വിമലേന്ദ്ര ചക്രവർത്തി രചിച്ച ഈ കഥ ഒരു ബാലന്റെ കാഴ്ചപ്പാടിലോടുള്ള പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെയും ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ മനോഹരമായി വരച്ചു കാട്ടുന്നു. വേനൽ അവധിക്കാലത്ത് പ്രകൃതിയെയും പക്ഷികളെയും ഏറെ സ്നേഹിച്ചിരിക്കുന്ന പിഗ്ലു എന്ന ബാലകന്റെ അനുഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം. പക്ഷികളോടുള്ള അവന്റെ ആഴമേറിയ സ്നേഹം കഥയിലുടനീളം പ്രകടമാണ്. എന്നാൽ അവന്റെ സഹോദരൻ ഒരു മൈനയെ പിടികൂടി കൂട്ടിലടച്ചത് പിഗ്ലുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. കൂട്ടിലിരിക്കുന്ന മൈനയുടെ നിസ്സഹായ അവസ്ഥയും വിഷമവും കണ്ടപ്പോൾ പിഗ്ലുവിന്റെ മനസ്സ് നീറി. തടവിലാക്കപ്പെട്ട ആ ജീവിയുടെ വേദന അവന് സ്വന്തം വേദനയായി മാറി.
അമ്മയുടെ സഹായത്തോടെ ആ മൈനയെ പരിചരിക്കാനും ഒടുവിൽ അതിനെ കൂട്ടിൽ നിന്ന് മോചിപ്പിച്ച് സായന്ത്രത്തിലേക്ക് പറത്തിവിടാനും അവൻ തീരുമാനിച്ചു. ആ പക്ഷി വാനിലേക്ക് ചിറകടിച്ചുയരുന്നത് കണ്ടപ്പോൾ പിഗ്ലുവിന്റെ മനസ്സിലുണ്ടായ സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ഒരു ജീവിയെയും തടവിലാക്കി സന്തോഷം കണ്ടെത്തരുത് എന്ന വലിയ സന്ദേശമാണ് കഥാകൃത്ത് ഇവിടെ നൽകുന്നത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുണ്ട്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കവരുമ്പോൾ അത് നമ്മുടെ കൂടെ മനസ്സമാധാനത്തെയാണ് ഇല്ലാതാക്കുന്നത് എന്ന പിഗ്ലുവിന്റെ ഈ കൊച്ചു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പാഠഭാഗം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രകൃതി സ്നേഹവും പക്ഷി സ്നേഹവും. പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും മനുഷ്യന് നൽകുന്ന സ്നേഹം വലുതാണ്. പക്ഷികളുടെ സ്വതന്ത്രമായ പറക്കലും പാട്ടുമാണ് പ്രകൃതിക്ക് ഭംഗി കൂട്ടുന്നത്. ജീവികളോടുള്ള കാരുണ്യം. അപകടത്തിൽപ്പെടുന്ന ജീവജാലങ്ങളെ കാണുമ്പോൾ അവയോട് സഹതാപവും കാരുണ്യവും കാണിക്കുകയും അവയെ സഹായിക്കാൻ മുന്നോട്ട് വരികയും വേണം എന്ന പ്രധാന ആശയങ്ങളാണ് ഈ പാഠഭാഗം പങ്കുവെക്കുന്നത്. ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാന പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വായിക്കാം, പറയാം. ആദ്യ ചോദ്യം, പൂന്തോട്ടത്തിൽ പിഗ്ലുവിനെ എതിരേറ്റത് ആരെല്ലാം? ഉത്തരം, കുരുവി, വാലാട്ടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികളാണ് പൂന്തോട്ടത്തിൽ പിഗ്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റത്. അടുത്ത ചോദ്യം, അടുത്ത ദിവസം അതിരാവിലെ പിഗ്ലു കണ്ട കാഴ്ച എന്തായിരുന്നു? ഉത്തരം, ഒരു മൈന കൂട്ടിലകപ്പെട്ട് കിടന്നു പിടയുന്ന കാഴ്ചയാണ് അടുത്ത ദിവസം അതിരാവിലെ പിഗ്ലു കണ്ടത്. അടുത്ത ചോദ്യം, കൂട്ടിൽ കിടന്ന മൈനയെ പിഗ്ലു എന്താണ് ചെയ്തത്? ഉത്തരം, ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട പിഗ്ലു ആരാണ് അതിനെ ചങ്ങലക്കിട്ടതെന്ന് വേഗം അമ്മയോട് ചോദിക്കാൻ ഓടി. അടുത്ത ചോദ്യം, എന്നാൽ പിഗ്ലു ദുഃഖിതനായിരുന്നു, കാരണം എന്ത്? ഉത്തരം, കൂട്ടിൽ നിന്ന് തുറന്നുവിട്ട മൈന പറന്നുപോയതിനു ശേഷം എല്ലാവരും സന്തോഷിച്ചെങ്കിലും മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ, അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നോർത്ത് പിഗ്ലു ദുഃഖിതനായിരുന്നു. അടുത്ത ചോദ്യം, പിഗ്ലുവിന്റെ സന്തോഷാനുഭവം എന്തായിരുന്നു? അടുത്ത ദിവസം അതിരാവിലെ താൻ സ്വതന്ത്രരാക്കിയ മൈന അവളുടെ അമ്മയോടൊപ്പം പൂമരക്കൊമ്പിൽ ഇരുന്ന് തന്റെ പേര് വിളിക്കുന്നത് കണ്ടാണ് പിഗ്ലുവിന് സന്തോഷാനുഭവം ഉണ്ടായത്. ഇനി ചോദ്യം കണ്ടെത്തി എഴുതാം. ചോദ്യം, പിഗ്ലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാം? ഉത്തരം, ദിവസവും രാവിലെ പക്ഷികളുടെ മനോഹരമായ കലപില ശബ്ദം കേട്ടാണ് പിഗ്ലു ഉണരാറുള്ളത്. എന്നാൽ സ്കൂൾ അവധിക്കാലത്തെ ആ ദിവസം ആ പക്ഷികളുടെ ശബ്ദമൊന്നും കേൾക്കാതെ ഇരുന്നതിനാലാവാം അവന്റെ മനസ്സ് അശാന്തനായി. അടുത്ത ചോദ്യം, പിഗ്ലുവിന്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി. പിഗ്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിന്റെ കെട്ടഴിച്ച് പറത്തിവിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാവാം? ഉത്തരം, കൂട്ടിലടച്ച മൈനയുടെ കാൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. വേദന കൊണ്ട് പിടയുന്ന മൈനയുടെ ദയനീയമായ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തേക്ക് വന്നതുമില്ല. മൈനയുടെ കഷ്ടപ്പാടും സങ്കടവും കണ്ടപ്പോൾ പിഗ്ലുവിന് അതിനോട് കടുത്ത സഹതാപവും സ്നേഹവും തോന്നി. അതിനെ വേഗത്തിൽ ആ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ചേട്ടനോട് ചോദിക്കാൻ നിൽക്കാതെ അവൻ കെട്ടഴിച്ചു വിട്ടത്. അടുത്ത ചോദ്യം, പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ചു വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ഉത്തരം, ഈ പ്രവൃത്തിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പക്ഷികൾക്ക് ജീവിക്കേണ്ടത് വിശാലമായ നീലാകാശത്താണ്. അവരെ കൂട്ടിലടയ്ക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കലാണ്. മൃഗങ്ങളോടും പക്ഷികളോടും സ്നേഹമുണ്ടെങ്കിൽ അവരെ പ്രകൃതിയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പേരിന് പകരം പദം എഴുതാം. പിഗ്ലു അതിരാവിലെ തന്നെ ഉണർന്നു. പിഗ്ലു കണ്ണുകൾ തിരുമ്പിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ പിഗ്ലു പക്ഷികളെ തിരഞ്ഞു. പലതരം പക്ഷികളെ പിഗ്ലു കണ്ടു. ഓരോരുത്തരായി പിഗ്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 2 മൈനകൾ പിഗ്ലുവിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. പിഗ്ലു ആനന്ദത്തോടെ കൈകൊട്ടി. പിഗ്ലു അതിരാവിലെ തന്നെ ഉണർന്നു. അവന്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു. ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങളും മാറ്റി എഴുതുക. മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദം ഏതാണ്? ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യും. ഉത്തരം, മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദങ്ങൾ അവൻ, അവനെ, അവന്റെ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചത്. ഇവ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ്. ഈ വാചകങ്ങളില് തുടർന്നുള്ള വാക്യങ്ങൾ മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദങ്ങൾ അവൻ, അവന്റെ, അവനെ എന്നീ പദങ്ങളാണ് നാം ഉപയോഗിച്ചത്. ഇവ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ്. ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം പിഗ്ലു എന്ന പേര് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരസത മാറി വാക്യങ്ങൾക്ക് നല്ല ഒഴുക്കും ഭംഗിയും കൈവന്നു. വായിക്കാൻ കൂടുതൽ എളുപ്പമായി തീർന്നു. അതാണ് പേരിന് പകരം പദം എഴുതാം എന്നതിലെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, വ്യത്യാസം തിരിച്ചറിയാം. പിഗ്ലു ദുഃഖിതനായിരുന്നു, അമ്മ ദുഃഖിതയായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു. അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട്?
ലിംഗം വചനം മാറ്റുന്നതിനനുസരിച്ചാണ് അടിവരയിട്ട പദങ്ങളിൽ മാറ്റം വരുന്നത്. അപ്പൊ പിഗ്ലു എന്ന് പറയുന്ന പുല്ലിംഗമാണ്. അപ്പൊ പുല്ലിംഗമാകുമ്പോൾ ദുഃഖിതനായിരുന്നു. അതേ സ്ഥാനത്ത് അമ്മ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അപ്പൊ ദുഃഖിതയായിരുന്നു. അവർ എന്ന് വെച്ചാൽ ബഹുവചനമാണ്. അപ്പൊ അതുകൊണ്ട് ദുഃഖിതരായിരുന്നു. ഓരോന്നിലും ഓരോ വാക്കുകൾ വരുമ്പോൾ, ഓരോ പദങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഇനിയിപ്പോ ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചില ഉദാഹരണങ്ങൾ താഴെ പട്ടികപ്പെടുത്തുന്നു. അപ്പൊ പുല്ലിംഗവും സ്ത്രീലിംഗവും ബഹുവചനവും കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് വായിക്കാം. അവൻ മിടുക്കനാണ്. അവൾ മിടുക്കിയാണ് സ്ത്രീലിംഗത്തിൽ. ബഹുവചനത്തിൽ എങ്ങനെയാ പറയുന്നത്? അവർ മിടുക്കരാണ്. ബാലൻ സന്തോഷവാനാണ്. ബാലിക സന്തോഷവതിയാണ്. അവർ സന്തോഷവാന്മാരാണ്. സുരേഷ് ഭാഗ്യവാനാണ്. റീന ഭാഗ്യവതിയാണ്. അവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ഉപന്യാസം തയ്യാറാക്കുക. മനസ്സിലെ കിളി എന്ന കഥ, മുകളിൽ കൊടുത്ത കവിതാശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിതാ ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്താമല്ലോ. ഉത്തരം: സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഏറ്റവും മൗലികവും വിലപ്പെട്ടതുമായ അവകാശമാണ് സ്വാതന്ത്ര്യം. മനുഷ്യർക്കായാലും പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും സ്വാതന്ത്ര്യത്തോളം മധുരമുള്ള മറ്റൊന്നില്ല. കവി കുമാരനാശാന്റെ പ്രശസ്തമായ ഈ വരികളിൽ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പൗരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മനസ്സിലെ കിളി എന്ന കഥയിൽ കൂട്ടിലകപ്പെട്ട് കാൽച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മൈനയുടെ സങ്കടവും വേദനയും നമ്മൾ കാണുന്നുണ്ട്. എത്ര ആഹാരവും സംരക്ഷണവും നൽകിയാലും ഒരു കൂട് ഒരിക്കലും പക്ഷികൾക്ക് സന്തോഷം നൽകില്ല. അവരുടെ ലോകം വിശാലമായ നീലാകാശമാണ്. മുളമണി അമ്മയുടെ വരികളിൽ ഒരു പക്ഷി മനുഷ്യനോട് യാചിക്കുന്നത് ഇപ്രകാരമാണ്: വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ, ഞാനൊട്ടു വാനിൽ പറന്നു നടക്കട്ടെ. ഈ വരികളിൽ ഏതൊരു ജീവിയുടെയും ഉള്ളിലെ സ്വാതന്ത്ര്യദാഹത്തെയാണ് കാണിക്കുന്നത്. ചങ്ങല പൊട്ടിച്ച് ആകാശത്തേക്ക് പറന്നുയരുമ്പോൾ മാത്രമാണ് ആ മൈനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭംഗിക്കായി കൂട്ടിലടച്ച് വളർത്തുന്നത് അവരോട് കാണിക്കുന്ന ക്രൂരതയാണ്. ചിറകടിച്ച് പറക്കാനുള്ള അവരുടെ അവകാശത്തെയാണ് നമ്മൾ തടവിലാക്കുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഓരോ ജീവിയെയും സ്വതന്ത്രരാക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യം ജീവശ്വാസം പോലെയാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വാതന്ത്ര്യമാണ് ജീവിതം, അടിമത്തം മരണതുല്യമാണ് എന്ന തിരിച്ചറിവോടെ എല്ലാ ജീവജാലങ്ങളെ സ്നേഹിക്കാനും അവരെ പ്രകൃതിയിൽ സ്വതന്ത്രമായി വിടാനും നമുക്ക് സാധിക്കണം. അടുത്ത ചോദ്യം: കഥാപാത്ര നിരൂപണം. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിഗ്ലു. അവന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? പ്രായം, പിഗ്ലുവിന്റെ രൂപം, പ്രായം, വേഷം, കിളിയോടുള്ള ഇടപെടൽ, സ്വഭാവം, പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ എന്നിവ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഉത്തരം: മനസ്സിലെ കിളി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിഗ്ലു. കഥയിലുടനീളം തന്റെ നിഷ്കളങ്കമായ പ്രവൃത്തികളിലൂടെ വായനക്കാരുടെ മനസ്സ് കീഴടക്കാൻ ഈ കൊച്ചുമിടുക്കിന് സാധിക്കുന്നുണ്ട്. അസാധാരണമായ പ്രകൃതി നിരീക്ഷണ പാഠവും പിഗ്ലുവിനുണ്ട്. അവധിക്കാലത്ത് പോലും അതിരാവിലെ എഴുന്നേറ്റ് അവൻ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത് പക്ഷികളെ കാണാനാണ്. കുരുവി, വാലാട്ടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങിയ പക്ഷികളെ തിരിച്ചറിയാനും അവയുടെ എണ്ണം നോക്കി ആസ്വദിക്കാനും അവൻ ശ്രദ്ധിക്കുന്നു. പക്ഷികളുടെ കിലുക്കാമ്പട്ടി ശബ്ദമാണ് അവനെ എന്നും ഉണർത്തുന്നത്. കാലുവിന്റെ സ്വഭാവ സവിശേഷതകളാണ് ഇനി വിവരിക്കുന്നത്. കാരുണ്യവും സ്നേഹ സ്വഭാവവും. കൂട്ടിലകപ്പെട്ട് കാൽച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മൈനയുടെ സങ്കടം അവനെ വേദനിപ്പിച്ചു. സഹാനുഭൂതി. പക്ഷി പറന്നുപോയ ശേഷം അത് അമ്മയെ കണ്ടെത്തുമോ എന്നോർത്ത് അവൻ സങ്കടപ്പെടുന്നു. മൃഗങ്ങളോടും പക്ഷികളോടും അളവറ്റ സ്നേഹവും കാരുണ്യവും കാണിക്കുന്ന പിഗ്ലു ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾക്കെല്ലാം മാതൃകയാക്കാവുന്ന മികച്ചൊരു കഥാപാത്രമാണ്. അടുത്ത ചോദ്യം: മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനിടയുള്ള സംഭാഷണം എഴുതുക. ചെറു സംഘങ്ങളായി നാടക രൂപത്തിൽ അവതരിപ്പിക്കുക. നാടക രൂപം: മനസ്സിലെ കിളി. കഥാപാത്രങ്ങൾ: പിഗ്ലു, ചേട്ടൻ, അമ്മ. രംഗം 1: പൂന്തോട്ടം. അതിരാവിലെ പിഗ്ലു കൂട്ടിൽ കിടന്ന് പിടയുന്ന മൈനയെ കാണുന്നു. പിഗ്ലു അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും, അയ്യോ, ഇതാരാ ഈ പാവ മൈനയെ കൂട്ടിലിട്ട് പൂട്ടിയിരിക്കുന്നത്? ഇതിന്റെ കാലിൽ ചങ്ങലയും ഇട്ടിട്ടുണ്ടല്ലോ. ഇത് വേദന കൊണ്ട് പിടയുകയാണല്ലോ. അമ്മേ ഉച്ചത്തിൽ വിളിക്കുന്നു. അമ്മേ, അമ്മേ, വേഗം ഓടി വാ. അമ്മ ഓടി വന്നു. എന്താ മകനെ, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പിഗ്ലു: അമ്മ ദാ നോക്ക്. പിഗ്ലു: അമ്മേ, ദാ ഈ കൂട്ടിലേക്ക് നോക്ക്. ഈ പാവം മൈനയെ ആരാണ് ഇങ്ങനെ ചങ്ങലക്കിട്ട് പൂട്ടിയത്? അമ്മ: ഓ, അത് നിന്റെ ചേട്ടൻ ഇന്നലെ കാട്ടിൽ പോയപ്പോൾ പിടിച്ചുകൊണ്ടു വന്നതാ. അതിനെ വളർത്താൻ വേണ്ടിയാ കൂട്ടിലിട്ടത്. പിഗ്ലു ദേഷ്യത്തോടെ: വളർത്താനോ? ഇങ്ങനെയാണോ വളർത്തുന്നത്? നോക്കൂ അമ്മേ, മറ്റേ പക്ഷികൾ ഒന്നും
ഇന്ന് നമ്മുടെ തോട്ടത്തിലേക്ക് വന്നിട്ടില്ല. ഇതിന്റെ കരച്ചിൽ കേട്ടിട്ടാവാം അവരൊക്കെ മാറി നിൽക്കുന്നത്. എനിക്കിത് കാണാൻ കഴിയില്ല. ഞാൻ ഇതിനെ തുറന്നു വിടാൻ പോകുകയാണ്. അമ്മ, വേണ്ട പിഗ്ലു, ചേട്ടൻ അറിഞ്ഞാൽ വഴക്കുണ്ടാക്കും. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട അതിനെ പിടിച്ചത്. ചേട്ടൻ വഴക്കിട്ടാലും കുഴപ്പമില്ല അമ്മേ. പക്ഷികൾ ജീവിക്കേണ്ടത് കൂട്ടിലല്ല, ആകാശത്താണ്. പിഗ്ലു ധൈര്യത്തോടെ കസേരയിട്ട് അതിൽ കയറി കൂടി തുറന്നു മൈനയുടെ കാലിലെ കെട്ടഴിച്ചു. ദാ, നീ പറന്നു പൊക്കോ, നിന്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോ. മൈന സന്തോഷത്തോടെ പറന്നു പോകുന്നു. പിഗ്ലു കൈകൊട്ടിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇളങ്കാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റ് എത്രമാത്രം യോജിക്കുന്നു? ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ഇളങ്കാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിനെ എല്ലാ വിധത്തിലും അനുയോജ്യവും അർത്ഥവത്തുമാണ്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ഇളങ്കാറ്റ് പ്രകൃതിയുടെ പ്രതീകമാണ്. അത് നമ്മെ തൊട്ടു തഴുകി കടന്നു പോകുമ്പോൾ മനസ്സിൽ വലിയൊരു ശാന്തതയും ആനന്ദവും അനുഭവപ്പെടുന്നു. ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളെല്ലാം പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ അനുഭൂതി. മനസ്സിലെ കിളി എന്ന കഥയിൽ കടവറയിലായിരുന്ന മൈന സ്വതന്ത്രരായി നീലാകാശത്തേക്ക് പറന്നുയരുമ്പോൾ അവൾക്ക് ലഭിക്കുന്നത് പ്രകൃതിയുടെ ഇളം കാറ്റാണ്. ആ കാറ്റിലാണ് അവൾ തന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. മനസ്സിന് ലഭിക്കുന്ന കുളിർമ. കടുത്ത ചൂടിൽ വീശുന്ന ഒരു കൊച്ചു കാറ്റ് മനസ്സിനും ശരീരത്തിനും എത്രത്തോളം ആശ്വാസം നൽകുന്നുവോ അത്രത്തോളം ആശ്വാസമാണ് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെ തുറന്നുവിടുമ്പോൾ അവയ്ക്കും അത് കാണുന്ന പിഗ്ലുവിനെ പോലെയുള്ള കരുണയുള്ള മനുഷ്യർക്കും ലഭിക്കുന്നത്. ഇതിലേക്കുള്ള മടങ്ങിപ്പോക്കും ജീവജാലങ്ങളോടുള്ള കാരുണ്യവും സ്വാതന്ത്ര്യത്തിന്റെ കുളിർമയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ഒന്നതായതുകൊണ്ട് ഈ ശീർഷകം യൂണിറ്റിലെ പാഠഭാഗങ്ങളുമായി തികച്ചും പൊരുത്തപ്പെട്ടു നിൽക്കും. അടുത്ത ചോദ്യം, കാഴ്ച അനുഭവം എഴുതുക. മുകളിൽ കൊടുത്തിരിക്കുന്ന വർണ്ണനാഭാഗം വായിച്ച് നിങ്ങളുടെ പ്രദേശത്തെ വയൽക്കാഴ്ചകൾ, പുഴയോര കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നതിനെ കുറിച്ച് കാഴ്ച അനുഭവം വർണ്ണിക്കുക. ഉത്തരം, പുഴയോര കാഴ്ചകൾ. പച്ചപ്പ് നിറഞ്ഞ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന പുഴ മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകുന്ന കാഴ്ചയാണ്. പുലർക്കാലത്തെയും സന്ധ്യയിലെയും ഇളം വെയിൽ പുഴയിലെ ചെറിയ ഓളങ്ങളിൽ തട്ടിത്തിളങ്ങുമ്പോൾ ജലപരപ്പിൽ ആരെങ്കിലും സ്വർണ്ണത്തരികൾ ഇതറിയതുപോലെ തോന്നിപ്പിക്കും. പുഴയുടെ നേർത്ത മർമ്മ ശബ്ദവും ഉള്ള പക്ഷികളുടെ കിലുകിലാരവും ചേർന്ന് അവിടെ ഒരു പ്രകൃതി സംഗീതം തീർക്കുന്നുണ്ട്. തീരത്ത് കെട്ടിയിരിക്കുന്ന ചെറിയ തോണികളും മീൻ പിടിക്കാൻ ഒളിച്ചു കാത്തിരിക്കുന്ന കൊക്കുകളും കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന കാട്ടുചെടികളും ഈ കാഴ്ച കൂടുതൽ മനോഹരമാക്കുന്നു. നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് മാറി ഈ പുഴയോരത്തിരുന്ന് പ്രകൃതിയെ ആസ്വദിക്കുന്നത് മനസ്സിന് പൂർണ്ണമായ ശാന്തതയും ആശ്വാസവും സമ്മാനിക്കുന്നു. ഇത്രയും പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉള്ളത്. ഇതുപോലുള്ള പാഠഭാഗങ്ങൾ ഇനിയും ലളിതമായി പഠിക്കാൻ പ്രിയങ്ക ട്യൂട്ടോറിയൽസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം.